കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മളോട് ഷെയർ ചെയ്തത് 3 പേരാണ്. 3 പേര് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പറഞ്ഞൊരു കാര്യമാണ്. ഈ 3 പേര് ഈ 2 മിസ്റ്റേക്ക് തുടർച്ചയായിട്ട് ചെയ്തപ്പോഴേക്കും അവർക്ക് പ്രഗ്നൻസി കിട്ടാതിരുന്നു. ചിലർക്ക് കിട്ടിയ പ്രഗ്നൻസി നഷ്ടമായി പോയി. പക്ഷേ ഡോക്ടറുടെ അടുത്ത് ഒന്ന് പോയി സംസാരിച്ചപ്പോഴേക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മളുടെ റീസൺസ്, നമ്മുടെ പ്രശ്നങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചപ്പോഴേക്കും അവരുടെ പ്രശ്നം ഇതാണെന്ന് മനസ്സിലാക്കി അത് ഓവർകം ചെയ്തപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഷെയർ ചെയ്തിട്ടുള്ള ടിപ്പിനെ പറ്റിയിട്ടാണ്, 2 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് മിസ്കാരേജ് ഉണ്ടാവാൻ കാരണമായതും അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ കാരണമായതുമായിട്ടുള്ള റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പല ഐഡിയയിൽ നിന്നാണ് ഈ കമൻറ്റ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവരെല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യം, ചേച്ചി ഇത് ചാനലിൽ ഷെയർ ചെയ്യണമെന്നുള്ളതാണ്. ചാനലിൽ ഓൾറെഡി ഈ 2 ടോപ്പിക്സിനെ പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡോക്ടർ ഈ ഒരു കാര്യം കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും കുറേം കൂടി ആളുകൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടുള്ള, നമുക്ക് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവർക്കും കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള നല്ല മനസ്സിനുടമയായിട്ടുള്ളവരാണ് ഈ 3 പേരും. ഒരു 3 പേര് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഈ 3 പേർക്കും ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യവും ആയുസ്സുമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ പ്രാർത്ഥിക്കാം. ഏറ്റവും ആദ്യം ഇവർ 3 പേരും പറഞ്ഞ കാര്യം സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് കൊണ്ട് പ്രഗ്നൻസി ആകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രഗ്നൻസി ആകില്ല. സ്ട്രെസ്സ് ഒരു ദിവസം അനുഭവിക്കുന്ന സ്ട്രെസ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഇവരിൽ 2 പേരും വീട്ടിൽ നിൽക്കുന്ന ആളുകളാണ്, വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. ഫാമിലി ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഇവർക്ക് ഉണ്ടായത്. പക്ഷേ ഇതിൽ 3ാമത്തെ ഒരാൾ പറഞ്ഞതെന്ന് പറയുന്നത് അയാളൊരു മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു ജോലി ചെയ്തത്. അതുപോലെ തന്നെ ടാർഗറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അച്ചീവ് ചെയ്യാതെ വരുമ്പോഴേക്കും അതൊക്കെ അച്ചീവ് ചെയ്യുമോ, ടാർഗറ്റ് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ ആയിക്കൊണ്ടിരുന്ന ആളായിരുന്നു 3ാമത്തെ ആൾ. നോർമലി നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ശരീരത്തിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകും, നമുക്ക് ഷിവറിങ് ഉണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് അനുഭവപ്പെടും. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ കൂടിയാണ് മുൻപോട്ടേക്ക് പോകുന്നതെങ്കിൽ, അത് നിങ്ങൾ തമ്മിലുള്ള വഴക്കാണ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള വഴക്കാണെങ്കിലും, ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഇല്ലോസ് തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും, ഈ ഒരു സ്ട്രെസ് നമ്മളിൽ കൂടുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ആകുന്നത് സ്ട്രെസ് ഹോർമോൺസ് ആണ്. ഈ സ്ട്രെസ് ഹോർമോൺസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മന്ദീഭവിപ്പിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പ്രവർത്തിപ്പിക്കുന്ന റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ പ്രവർത്തനം, ഈസ്ട്രജൻ ഹോർമോണിൻ്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും നിങ്ങളുടെ ശരീരവും തമ്മിലുള്ള, നിങ്ങളുടെ ബ്രെയിനും തമ്മിലുള്ള ഒരു സിഗ്നൽ അവിടെ കട്ടായി പോകുന്നു. കൃത്യമായിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകണം. ഈസ്ട്രജൻ ഹോർമോണും LH ഹോർമോണും FSH ഹോർമോണും ഇങ്ങനെയുള്ള എല്ലാ ഹോർമോൺസ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്നത് ഈ സിഗ്നൽ തടസ്സമില്ലാതെ ശരീരത്തിലെ ബ്രെയിനിലോട്ട് എത്തുമ്പോഴാണ്. ഈ ഒരു ബന്ധം അവിടെ കട്ടായി പോവുകയാണെങ്കിൽ LH ഹോർമോൺ പ്രൊഡ്യൂസ് ആവേണ്ട സമയത്ത് LH ഉണ്ടാവില്ല, FSH ഹോർമോൺ പ്രൊഡ്യൂസ് ആവേണ്ട സമയത്ത് FSH പ്രൊഡ്യൂസ് ആവില്ല, അണ്ടം വളരില്ല, LH വേണ്ട സമയത്ത് LH പ്രൊഡ്യൂസ് ആവില്ല, ഓവുലേഷൻ നടക്കില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകേണ്ട സമയത്ത് പ്രൊജസ്ട്രോണും ഇല്ലാതായി കഴിഞ്ഞാൽ ലൂട്ടിയൽ ഫേസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാതിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുകയും ചെയ്യും. ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുകയുള്ളൂ. ഒരു ദിവസം ജോലി സമയത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാലോ, ഒരു ദിവസം ഹസ്ബൻഡും വൈഫും തമ്മിൽ തല്ലി പിടിച്ചാലോ അതൊരിക്കലും നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യില്ല. കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഈ 3 പേർക്കും സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായവരാണ്. ഈ 3 പേരിലും അതുകൊണ്ട് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്ത ഏറ്റവും ആദ്യത്തെ ഫാക്ടർ ഇതായിരുന്നു. അതുമായിട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇവർക്കൊരു കോൺവെർസേഷൻ ഡോക്ടറുമായിട്ടുണ്ടായപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഡോക്ടർ മനസ്സിലാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ടും സാധിച്ചു. രണ്ടാമതായിട്ട് ഇവരെല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓയിലി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക. ഇതിൽ ഒരാൾ ഞാൻ പറഞ്ഞല്ലോ, പുറത്ത് ജോലിക്ക് പോയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ മോർണിംഗിലും ചായ ഉണ്ടായിരുന്നു, ഓഫീസിൽ നിന്ന് ഈവനിങ്ങിലും ചായ ഉണ്ടായിരുന്നു. ആ കുട്ടി തന്നെ പറഞ്ഞ കാര്യമാണ് കേട്ടത്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ സ്നാക്സ് കഴിക്കാറുണ്ട്. പലരും ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ബിസ്ക്കറ്റ് കഴിക്കുന്നവരുണ്ട്. ചില ആളുകൾ ഓയിലി ഫുഡായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ചായയൊക്കെ കൊണ്ടുവന്ന ആളുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഉഴുന്നുവടയോ അല്ലെങ്കിൽ സവാള വടയോ പരിപ്പ് വടയോ സമൂസയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. ഒരു ദിവസം നമ്മളിത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ കണ്ടിന്യൂസ്
ആയിട്ട് നമ്മളിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഈ രണ്ടുപേരും വീട്ടിൽ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ, അവരും ഡെയിലി ഇത് ഉപയോഗിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വരുന്നതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് കൊണ്ടുവരുന്നതോ ഒക്കെ ആയിട്ട് പുറത്തു നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ വീട്ടിൽ ഉഴുന്നുവടയോ അല്ലെങ്കിൽ പരിപ്പുവടയോ ഉണ്ടാക്കി കഴിക്കുന്നതല്ല, പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ തുടർച്ചയായിട്ട് കഴിക്കുമ്പോഴേക്കും അത് ഓയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും അതല്ലാതെ നമ്മൾ പേസ്ട്രീസ് ആണെങ്കിലും കുക്കീസ് ആണെങ്കിലും ഇതൊക്കെ, അതായത് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓയിൽ കുക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ, ഫ്രൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പുറത്ത് കുക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽസ് ആയിരിക്കും പിന്നെ റെക്കറൻ്റ് ആയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഇതിൽ ഒരുപാട് തവണ കുക്ക് ചെയ്തിട്ടുള്ള ഓയിൽ ആകുമ്പോഴേക്കും പലരിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോഴേക്കും ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. അവരുടെ ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും പ്രോസസ്ഡ് ഷുഗർ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ മൈദ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്, ബ്രെഡ് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സ് മൈദയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള റിഫൈൻഡ് ക്രാബ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. എക്സസ് ആയിട്ട് ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ അടഞ്ഞുകൂടുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റൊമക്കിന്റെ ഭാഗത്തും അതുപോലെ നിങ്ങളുടെ ആ ഒരു തൊടയുടെ ഭാഗത്തുമൊക്കെ ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നു. റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും നിങ്ങളുടെ ബ്രെയിനും തമ്മിലുള്ള ഒരു ബന്ധം ഡിസ്കണക്റ്റ് ആയി പോവുകയാണെങ്കിൽ അണ്ടം വളരുന്ന സമയത്ത് അണ്ടം വളരുന്നതിനും അതുപോലെ പൊട്ടുന്ന സമയത്ത് പൊട്ടുന്നതിനുമുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ശരീരത്തിന് കൊടുക്കാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇവർ മൂന്ന് പേരും ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചപ്പോഴേക്കും അവർക്ക് പ്രഗ്നൻസി കിട്ടി. നമ്മൾ ചിലപ്പോൾ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡോക്ടേഴ്സിനോട് തുറന്ന് സംസാരിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ അഡ്വൈസും കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലതുപോലെ മുൻപോട്ടേക്ക് നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടുമെന്ന് ഇവരുടെ സക്സസ് സ്റ്റോറി കേൾക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവാം കേട്ടോ. നിങ്ങൾ മാത്രമല്ല, ഹസ്ബൻഡും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പുറമേ ജോലിക്ക് പോകുന്ന ആളുകൾ ഈവനിങ് ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലോട്ട് വരുന്നവരുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴേക്കും പല നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന അജിനോമോട്ടോയും മറ്റുള്ള കണ്ടൻസും ഒക്കെ ശരീരത്തിൽ തുടർച്ചയായിട്ട് എത്തുന്നത് സെമൻ്റെ ക്വാളിറ്റി റിഡ്യൂസ് ആയി പോകുന്നതിനും അതിൻ്റെ മോട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതിനും കാരണമാകുന്നു. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഈ രണ്ട് ഫാക്ടേഴ്സ്, നമ്മുടെ സ്ട്രെസ്സും അതുപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റും കൃത്യമായിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പ്രഗ്നൻസി കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്കും പ്രഗ്നൻസി കിട്ടും. നമ്മൾ മൈന്യൂട്ടായിട്ട് വിട്ട് കളയുന്ന പല കാര്യങ്ങളുമാണ് പലർക്കും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോവുക. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അല്ലാതെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടിയതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഷെയർ ചെയ്ത് വന്ന ഇവർക്ക് 3 പേർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയും ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിനെയും കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടുള്ള വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈസ് കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ നിങ്ങളുടെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഓരോ വീഡിയോസിൻ്റെ താഴെയും കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട, ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.